السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും വർദ്ധിച്ച തഖ്വയും ഇഖ്ലാസും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മനുഷ്യന്റെ ജന്മശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരിക്കൽ ഹബീബായ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വേഷപ്രച്ഛന്നനായി വന്നു. ഒരു ശൈഖിന്റെ കോലത്തിൽ കയ്യിൽ ഒരു വടിയും പിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്. എന്തിനാണ് നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് താങ്കളുടെ അടുക്കൽ വരാൻ വേണ്ടി പറയുകയും താങ്കൾ എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപ്രകാരമാണ് ഞാൻ വന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, യാ മൽഊൻ കം അഅദാഉക മിൻ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽ എത്ര ആളുകളാണ് നിന്റെ ശത്രുക്കളായിട്ടുള്ളത്? ആരോടൊക്കെയാണ് നിനക്ക് എൻ്റെ സമൂഹത്തിൽ വിരോധമുള്ളത്? ആ സമയത്ത് പിശാചി പറയുകയാണ്, 15 അവ്വലുഹും അൻത, 15 വിഭാഗം ആളുകളോട് താങ്കളുടെ സമൂഹത്തിൽ എനിക്ക് വലിയ ശത്രുതയാണ്. ആ വിഭാഗം ആളുകൾ ഒന്നാമത്തെ ആള് താങ്കൾ തന്നെയാണ്. രണ്ടാമത്തെ ആള് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. മൂന്നാമത്തെയാൾ ഗനിയുൻ മുതവാദിഉൻ, വിനീതനായ വിനയം പ്രകടിപ്പിക്കുന്ന പണക്കാരനുമാണ്. നാലാമത്തെയാൾ സത്യസന്ധനായ കച്ചവടക്കാരനും. അഞ്ചാമത്തെയാൾ ഭയഭക്തിയുള്ള പണ്ഡിതനുമാണ്. വസ്സാദിസു മുഅ്മിനുൻ നാസിഹുൻ, എല്ലാവരോടും ഗുണകാംക്ഷയുള്ള, എല്ലാവർക്കും നന്മ വന്നെത്തണമെന്ന് ആഗ്രഹമുള്ള സത്യവിശ്വാസിയായ മനുഷ്യനാണ് ആറാമത്തെയാൾ. വസ്സാബിഉ മുഅ്മിനുൻ റഹീമുൽ ഖൽബി, ഹൃദയമയമുള്ള, എല്ലാവരോടും അലിവും കരുണയുമുള്ള മുഅ്മിനാണ് മറ്റൊരാൾ. എട്ടാമത്തെയാള് തെറ്റുകുറ്റങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മരണം വരെ ആ പശ്ചാത്താപത്തിൽ സ്ഥിരമായി നിൽക്കുന്നയാളാണ്. ഒമ്പതാമത്തെയാള് മുതവരിഉൻ അനിൽ ഹറാം, നിഷിദ്ധമായ കാര്യങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ആൾ. പത്താമത്തെയാള് മുഅ്മിനുൻ യുദീമു അല തഹാറത്തി, ശുദ്ധിയുടെ മേൽ നിത്യമായി നിലകൊള്ളുന്ന ആൾ, എപ്പോഴും ഉളൂ ചെയ്തുകൊണ്ട് പരിശുദ്ധിയോടെ ജീവിക്കുന്ന ആളാണ്. 11ാമത്തെയാള് കസീറു സദഖത്തി, മുഅ്മിനുൻ കസീറു സദഖത്തി, വർദ്ധിച്ച ധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. വസ്സാനി അശർ മുഅ്മിനുൻ ഹുസ്നുൽ ഖുൽഖി മഅൻ നാസ്, ജനങ്ങളോടൊക്കെ നല്ല സ്വഭാവത്തിൽ നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. 13ാമത്തെയാള് മുഅ്മിനുൻ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ജീവിക്കുന്ന ആൾ. കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്തുകൊണ്ട്
ആ വ്യക്തി ജീവിക്കൽ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന, ജനോപകാരപ്രദമായി ജീവിക്കുന്ന മനുഷ്യൻ. 14-ാമത്തെ ആള് ഹാമിലുൽ ഖുർആനി യദീമു അലാ തിലാവത്തിഹി. പരിശുദ്ധ ഖുർആൻ പതിവായി പാരായണം ചെയ്യുകയും പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നയാളുമാണ്. വൽ ഖാമിസ അശറ ഖായിമുൻ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന സന്ദർഭത്തിൽ പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യൻ. ഇങ്ങനെ 15 വിഭാഗം ആളുകളോട് എനിക്ക് വലിയ ശത്രുതയാണ്. കാരണം എൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിഷ്ഫലമാക്കുന്ന രൂപത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം വിഭാഗത്തോട് എനിക്ക് വലിയ ശത്രുതയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്നാൽ ഇത്തരം ആളുകൾക്ക് നിനക്ക് വിരോധമാണ്, ആളുകളോട് നിനക്ക് വിരോധമാണ്, എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരായ ആളുകളുണ്ടാവുമല്ലോ എൻ്റെ സമൂഹത്തിൽ, അവർ ആരൊക്കെയാണ്? ആ സമയത്ത് ശപിക്കപ്പെട്ട പിശാച് പറയുകയാണ്, വമൻ റുഫഖാഉക മിൻ ഉമ്മത്തി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് അവ്വലുഹ അശറത്തുൻ, 10 വിഭാഗം ആളുകളോട് എനിക്ക് താങ്കളുടെ സമൂഹത്തിൽ ഇഷ്ടമാണ്, അവരെന്റെ കൂട്ടുകാരാണ്. അവ്വലുഹ സുൽത്താനുൻ ജായിറുൻ വസ്സാനി ഗനിയുൻ മുതകബ്ബിറുൻ വസ്സാലിസു താജിറുൻ ഖായിനുൻ വറാബിഉ ശാരിബുൽ ഖംർ വൽ ഖാമിസു അൽ ഖത്താത്ത് വസ്സാദിസു സാഹിബു സിന വസ്സാബിഉ ആഖിലു മാലുൽ യതീം വസ്സാമിനു അൽ മുത്തഹാവിനു ബിസ്സലാത്ത് വത്താസിഉ മാനിഉ സകാത്ത് വൽ ആശിറു അല്ലദീ യുതീറുൽ അമൽ ഫഹഉലായി അസ്ഹാബി വ ഇഖ്വാനി. ഈ 10 വിഭാഗം ആളുകൾ താങ്കളുടെ സമൂഹത്തിൽ നിന്ന് എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരന്മാരും എൻ്റെ സുഹൃത്തുക്കളുമാണ്. 10 ആളുകൾ: അക്രമിയായ ഭരണാധികാരി, അഹങ്കാരിയായ സമ്പന്നൻ, വഞ്ചകനായ ബിസിനസ്സുകാരൻ, മദ്യപാനി, ഏഷണിക്കാരൻ, വ്യഭിചാരി, അനാഥകളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നവൻ, നിസ്കാരത്തിൽ താല്പര്യമില്ലാത്തവൻ, സക്കാത്ത് അവകാശികൾ കൊടുക്കാത്തവൻ, ഭൗതിക ലോകത്ത് അമിതമായ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദുനിയാവേ എന്ന ചിന്തയിൽ നടക്കുന്നവൻ. ഇത്തരം 10 ആളുകളോട് എനിക്ക് താങ്കളുടെ സമൂഹത്തിൽ വലിയ ഇഷ്ടമാണ്. അപ്പൊ പിശാചിന്റെ ഇഷ്ടവും പിശാചിന്റെ അനിഷ്ടവും ആരോടൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്യാദി വിഷയങ്ങളിൽ പെട്ടുപോകാതെ, പിശാചിന്റെ കൂട്ടുകാരിൽ പെട്ടുപോകാതെ, പിശാചിന്റെ വിരോധികൾ പെട്ടുപോകാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഇബ്ലീസിനെ അള്ളാഹു പറഞ്ഞയക്കുകയും ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും നമുക്കത് ഉപദേശമായി നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ കെണിവലയിൽപ്പെടാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.